ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിൾ കറിയാണ്, സ്വീറ്റ് പൊട്ടാറ്റോ കറി. ഡയബറ്റീസ് ഉള്ളവർക്കും വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു 350 ഗ്രാം മധുരക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഒരു ചെറിയ പ്രഷർ കുക്കറിനകത്തേക്ക് ഇടാം. ഇനി ഒരു വലിയ പച്ചമുളക് നെടുകെ കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 വെളുത്തുള്ളി അല്ലി ചെറുതായി ഒന്ന് ചതച്ചെടുത്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പിലയുടെ പകുതി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി, ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി പ്രഷർ കുക്കറിൻ്റെ ലിഡ് അടച്ച് മധുരക്കിഴങ്ങ് നന്നായി വേവുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ, അത് മതി. ഏതാണ്ട് ഇതുപോലെ. ഒരു കടായി എടുത്ത് നന്നായി ചൂടാക്കിയ ശേഷം അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. 2 വറ്റൽമുളക് പൊട്ടിച്ചതും ബാക്കി വരുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് വലിയുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ല ചെറുതായിട്ട് അരിയണമെന്നില്ല, ആവശ്യത്തിനുള്ള ഒരു സൈസിൽ അരിഞ്ഞാൽ മതി. ഇനി ഒരു നുള്ളുപ്പും 1/4 ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായി ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് വേവിച്ചു വെച്ച മധുരക്കിഴങ്ങ് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളക്കട്ടെ. നന്നായി തിളച്ച് എല്ലാം യോജിച്ച് കുറുകിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സിമ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി അപ്പത്തിനും ചപ്പാത്തിക്കും പത്തിരിക്കും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. എരിവും ഉപ്പും എല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.